അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. Psalms 121. Shall we all stand up in the presence of the Lord? തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചി. ഓ നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. 121-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. You can read it in your language. If in English or Malayalam, you can read it. Verses 7 and 8, we're going to read it together. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ ഒരു ദോഷം തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ നീക്കും പരിപാലിക്കും. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഉയർത്തി ഇന്ന് പകലിൽ ആമേൻ നമുക്ക് സഹായം നൽകുന്ന കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 121-ാമത്തെ സങ്കീർത്തനം പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്, പല മെസ്സേജുകൾ നാം കേട്ടിട്ടുണ്ട്. I'm not going to give a Psalms exhortation this morning. Praise the Lord. But I just want to remind you a couple of things from this Psalms. We can see that the psalmist is not confused here. The psalmist wants to make sure and wants to remind us this morning that we are not helpless this morning, but we have a help in heaven. Praise the Lord. We have a God up in heaven. In whatever moment when we pray and when we cry out to the Lord will descend and come in our situation. Hallelujah. നാം എപ്പോൾ നിലവിളിക്കുന്നു, ആ നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വന്ന് നമുക്ക് സഹായം നൽകുന്ന ഒരു സഹായകൻ സ്വർഗത്തിൽ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ഇന്ന് പകൽ ഒന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമുക്ക് അതുകൊണ്ട് ഇന്ന് പകലിൽ ഹെൽപ്ലെസ് അല്ല, ഹോപ്പ്ലെസ് അല്ല, സഹായിപ്പാൻ ആരുമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട. ഇന്ന് പകലിൽ നമുക്ക് സഹായകനായ ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. 4 things I want to remind you from that Psalms. Verses 2, it says, my help comes from the Lord. Our God is a helper God. ഇന്ന് പകലിൽ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന്. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണെന്നാ പറയുന്നത്. സഹായിപ്പാൻ മനുഷ്യന് പരിമിതികളുണ്ട്, എന്നാൽ പരിമിതികൾക്ക് അപ്പുറമായി നമ്മെ സഹായിപ്പാൻ there is a helper God. Number 2, he made the heaven and earth. He is a creator God. Book of Genesis it says, he create heaven, he create everything out of nothing. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും ഉളവാക്കിയ ഒരു ദൈവം ഇന്ന് പകലിൽ സ്വർഗത്തിലുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറയണോ? അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന്, praise the Lord, he is going to create new things for me. ഞാൻ വിശ്വസിക്കുകയാണ്. Praise the Lord.
സാക്ഷ്യമുള്ളത് കൊണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആമേൻ, ഒരു പൊസിഷൻ നിനക്കില്ലെങ്കിലും, ജോലിയിൽ നിനക്കൊരു പൊസിഷൻ ഇല്ലെങ്കിലോ, ആമേൻ, നിനക്ക് വേണ്ടി ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ജോലി നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് തരാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന്. ഞാനിത് വെറുതെ പറയുന്നല്ല, അനുഭവം കൊണ്ട് പറയുന്നതാ. അങ്ങനെ ഒരു പൊസിഷൻ ആമേൻ ഓർഗനൈസേഷനിൽ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ആമേൻ എനിക്ക് ജോലി അവിടെ വേണമെന്ന് കർത്താവിന് അറിയാമെന്നുള്ളത് കൊണ്ട് ആമേൻ ഇല്ലാത്തൊരു പൊസിഷൻ പോലും എൻ്റെ ദൈവം ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്ക്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, വേരും മണ്ണിൽ കെട്ടുപോയതാണെങ്കിലോ ഹോപ്പ്ലെസ് ആണെങ്കിലോ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ഇന്ന് പകൽ ആമേൻ പറയട്ടെ. ഹല്ലേലൂയ. Number 3 verses 5, the Lord is your keeper. Amen. My God is a protector God. Let me tell you, God will protect. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞില്ലേ, മിഷണറിമാരായി പോയ ദൈവദാസന്മാരെ ആക്രമിക്കാൻ വന്നവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഭവനത്തിന് ചുറ്റും ദൂതന്മാർ ആയുധമായിട്ട് ഇറങ്ങി ആക്രമിക്കാൻ വന്നവർ ഭയപ്പെട്ട് മാറിപ്പോയെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്ക്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാതെ വേണം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ലെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് പകല കരമുയർത്തി പറഞ്ഞ് എന്നെ എന്റെ കുടുംബത്തെയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളത് കൊണ്ട് ഇന്ന് പകലിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. The last thing, verses 8. Our God is an eternal God. Look at that verse, from this time forth and forever. Amen. Hallelujah. ഇന്ന് പറഞ്ഞ് നാളെ തീർന്നു പോകുന്നതല്ല എൻ്റെ ദൈവത്തിന്റെ ബലമെന്ന് പറയുന്നത്. ആമേൻ, ഇന്ന് പറഞ്ഞ് നാളെ കഴിഞ്ഞു പോകുന്നതല്ല. My God is an eternal God. Amen. Amen. There is no beginning, there is no end. Amen. John says he is the Alpha and he is the Omega. He is the beginning and he is the end. He is the eternal God. ഇന്ന് പകലിൽ നിത്യമായ ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ അല്പനിമിഷം കണ്ണുകളെ അടച്ച വേദപുസ്തകം ഒന്ന് താഴെ വെച്ചിട്ട് ഇന്ന് പകലിലെ കരമടിച്ച് ഇന്ന് പകലും നന്ദി പറഞ്ഞ് എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി ആമേൻ പുതിയ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിത്യനായ ദൈവം എന്റെ സഹായകനാണ്. ഇന്ന് പകലിൽ നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പറഞ്ഞ് നീ വിഷാദിച്ചിരിക്കണ്ട. നിന്നെ സഹായിപ്പാൻ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ അടിച്ചാൽ പതിവിഷ കർത്താവിന് മഹത്വം കൊടുത്താൽ ശത്രുവിന്റെ ആയുധങ്ങളെ പരാജയപ്പെടുത്തി അവൻ എത്ര ശരവസ്ത്രങ്ങൾ അയച്ചാലും അതിന്റെ നടുവിൽ പരിചയമായി നിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന്. നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യുവാൻ ഇന്ന് പകൽ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ അത് റിസീവ് ചെയ്താട്ടെ. Yes, the Lord can do a new things. Amen. He can create a new thing for you. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചിലരെ നോക്കി പറയുക, yes, the Lord can do some new things for you. ഇന്ന് പകലിൽ പുതിയതൊന്ന് ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. മരുഭൂമി പോലുള്ള വിഷയമാണെങ്കിലും അതിനെ മലർവാടിയാക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. ആമേൻ. വിശ്വസിച്ച് ഇന്ന് പകൽ ആ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ